നടി ഭാനുപ്രിയ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിലെ പ്രിയ നായിക തന്നെയാണ്. അഭിനയത്തിലും നൃത്തത്തിലുമുള്ള മികവും സ്ക്രീൻ പ്രസൻസും ഭാനുപ്രിയയെ ഉയരങ്ങളിലേക്ക് എത്തിച്ചു. ഭാനുപ്രിയയുടെ നൃത്ത ആരാധകരുടെ മനസ്സിൽ മായാതെയുണ്ട്. ശ്രീദേവി ഹിന്ദി സിനിമാ രംഗത്ത് മുന്നേറിയതുപോലെ ഭാനുപ്രിയയ്ക്ക് തെന്നിന്ത്യൻ സിനിമകളിൽ തിളങ്ങാനായി. ഇന്ന് അഭിനയരംഗത്ത് ഭാനുപ്രിയയെ കാണാനേയില്ല. പ്രാധാന്യമില്ലാത്ത വേഷങ്ങൾ ചെയ്യാൻ നടി തയ്യാറല്ല. ഭാനുപ്രിയയെക്കുറിച്ച് കുട്ടി പത്മിനി പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഭാനുപ്രിയയ്ക്ക് ഒരു നടനുമായി പ്രണയമുണ്ടായിരുന്നെന്നാണ് കുട്ടി പത്മിനി പറഞ്ഞത്. ഒരു സമയത്ത് എല്ലാ പെൺകുട്ടികൾക്കും വരുന്ന പ്രണയം ഭാനുപ്രിയയ്ക്കും വന്നു. ഒരു നടനെയാണ് ഭാനു പ്രണയിച്ചത്. എന്നാൽ ഭാനുപ്രിയയുടെ അമ്മ ഇതിൽ ഇടപെട്ടു. ഈ ബന്ധം ഇല്ലാതാക്കി. അമ്മ ചെയ്തതാണ് ശരി. കാരണം ആ നടന് അക്കാലത്ത് നിരവധി നടിമാരുമായി പ്രണയമുണ്ടായിരുന്നെന്ന് കുട്ടി പത്മിനി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു. അമ്മയും സഹോദരനുമായിരുന്നു ഭാനുപ്രിയയുടെ എല്ലാം. എത്ര പ്രതിഫലം വാങ്ങണം, പണം എങ്ങനെ സൂക്ഷിക്കണം എന്നൊന്നും ഭാനുപ്രിയയ്ക്ക് അറിവില്ലായിരുന്നു. എല്ലാം അമ്മയും സഹോദരനുമാണ് നോക്കിയിരുന്നത്. ഒരു ഘട്ടത്തിൽ ഭാനുപ്രിയയും അമ്മയും തമ്മിൽ വഴക്കുണ്ടായി. ഭാനുപ്രിയ വീട് വിട്ടിറങ്ങി. അന്ന് MVM സ്റ്റുഡിയോയിൽ വാഴ്കെ എന്ന സിനിമ ചെയ്യുകയാണ് ഭാനുപ്രിയ. ഈ സ്റ്റുഡിയോയിൽ ഒരു വീട് ഭാനുപ്രിയയ്ക്ക് ഏർപ്പാടാക്കി. തൻ്റെ ഒരു സീരിയലിൽ ഭാനുപ്രിയ അഭിനയിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അവർ അഭിനയിച്ചു. അതിനുശേഷം അവരുമായി എനിക്ക് ടച്ചില്ല. പിന്നീട് ഭാനുപ്രിയ വിവാഹം ചെയ്തത് അമേരിക്കയിൽ സെറ്റിൽഡായ എന്നൊക്കെയാണ് കേട്ടത്. അമേരിക്കയിൽ എന്താവും സംഭവിച്ചതെന്ന് അറിയില്ല. ഭർത്താവ് മരിച്ചെന്ന് ചിലർ പറയുന്നു. സത്യം ആർക്കും അറിയില്ല. കുറേ കാലത്തിന് ശേഷം നടികർ സംഘത്തിൻ്റെ വോട്ടിങ്ങിന് പോയപ്പോഴാണ് പിന്നീട് ഭാനുപ്രിയയെ കാണുന്നത്. അന്ന് ഞാൻ കണ്ടത് പഴയ ഭാനുപ്രിയയെ ആയിരുന്നില്ല. മുഖത്ത് സന്തോഷമില്ല. പിന്നീട് പലതവണ കണ്ടപ്പോഴും ഭാനുപ്രിയ ഇങ്ങനെയായിരുന്നെന്ന് കുട്ടി പത്മിനി പറയുന്നു. മകളെ ഭാനുപ്രിയ എനിക്ക് പരിചയപ്പെടുത്തി. നല്ല ഭംഗിയുണ്ട്. പഠിക്കുകയാണ്. മകൾക്കായാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഭാനുപ്രിയ അന്ന് പറഞ്ഞെന്നും കുട്ടി പത്മിനി ഓർത്തു. നായികയായിരുന്ന കാലത്ത് ഭാനുപ്രിയയ്ക്ക് മേക്കപ്പ് ചെയ്യാനും ഹെയർ സ്റ്റൈൽ ചെയ്യാനും യൂണിറ്റുള്ളവർക്ക് സന്തോഷമായിരുന്നു. കാരണം പല ആർട്ടിസ്റ്റുകളും മേക്കപ്പ് ചെയ്യുമ്പോൾ ദേഷ്യപ്പെടും. വിഗ് വെക്കുമ്പോൾ ഹെയർ പിൻ കുത്തും. അപ്പോൾ വേദനിച്ചാൽ സ്റ്റാഫുകളോട് നടിമാർ ദേഷ്യപ്പെടും. എന്നാൽ ഭാനുപ്രിയ അങ്ങനെയൊന്നുമായിരുന്നില്ല. കണ്ണടച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് മുന്നിലിരിക്കുന്നുവെന്നും കുട്ടി പത്മിനി അന്ന് പറഞ്ഞു.